ശ്രീ റെജി ലൂക്കോസ്, 2019 ഡിസംബർ മാസത്തിൽ അവസാനം സർക്കാരിന്റെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിൽ എന്തു ചെയ്തു സർക്കാർ ഇതുവരെ? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. മലയാള സിനിമയിലെ ഒരു കാലത്തെ വമ്പൻ ബാനറിലൊന്നായ ജൂബിലി പിക്ചേഴ്സിൻ്റെ നിരവധി സിനിമകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വിതരണ പ്രവർത്തനങ്ങളിലും പങ്കാളിയവരാണെന്നുള്ള നിലയ്ക്ക്, ഞാനതിൻ്റെ സാമ്പത്തിക പങ്കാളിയല്ല, പ്രവർത്തിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അതിലൊന്ന്, അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഒരു അധോലോക സംവിധാനത്തിലോ അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ട് താവളമായിട്ട് സിനിമയെ ചിത്രീകരിക്കുന്ന അസംബന്ധമാണ്. ഒരിക്കലും അത് നടക്കുന്ന കാര്യമില്ല. അതൊക്കെ ചുമ്മാ വെറുതെ എക്സാജറേഷൻസാണ്. ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളിലൂടെ പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനവും ലോകത്തെ ഏറ്റവും വലിയ അധോലോക പ്രസ്ഥാനവും കേരളത്തിലെ സിനിമാ മേഖലയാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞാനൊരു ഉദാഹരണം പറയുന്നു. ഈ റിപ്പോർട്ടിലില്ലാത്ത ഒരു വരി നമ്മൾ എഴുതി കാണിക്കുന്നുണ്ടോ? ഈ റിപ്പോർട്ടിലില്ലാത്ത ഒരു വരി എഴുതി കാണിക്കുന്നുണ്ടോ? ഈ റിപ്പോർട്ടിലില്ലാത്ത ഒരു വരി പറയുന്നുണ്ടോ? മാധു, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചിട്ട് മാധു മറുപടി പറയും. ഞാൻ ഹേമ കമ്മിറ്റിനെ തള്ളി പറഞ്ഞുകൊണ്ട് ബാക്കി ഞാൻ പറഞ്ഞില്ല. സിനിമയെ കുറിച്ച് അല്ല, ഞാൻ അതിലേക്ക് വരുവാണ്. ഞാൻ പറയുന്നതിന് മുമ്പ് എന്തിനാണ് മാധു ഇടപെടുന്നത്? ഞാൻ പറയാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് വളരെ കൃത്യമായ കാര്യങ്ങളാണെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ് പറയുന്നത്. മലയാള സിനിമ ഒരു അധോലോകത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരുടെ കയ്യിലോ ഒന്നുമല്ല, മാഫിയയുടെ കയ്യിലാണെന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, മാഫിയയുടെ കയ്യിലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഇത് പുറത്തുവിട്ട ആ നിമിഷം മുതൽ ഇത് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് യൂട്യൂബിൽ. എനിക്കിത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ചർച്ചയിലേക്ക് വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തു വിടാത്ത ഒഴിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ സംസാരിക്കുക. ഹേമാറ്റി കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതല്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ എല്ലാം കൂടെ മുൾമുന്നിൽ നിർത്തിക്കൊണ്ട് വില്ലന്മാരാണോ അത് നടന്മാരാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിൽ കഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിച്ചു തന്നെയാണ്, കഴിവിന്റെ പേരിലാണ് ഇന്നിപ്പോൾ ഈ മോളിത്തലങ്ങളിൽ നിൽക്കുന്ന നടന്മാരെല്ലാം വന്നിരിക്കുന്നത്. ഒരു ഉത്തരവുണ്ട്, ഇന്ന നടന്മാരെയും നടിമാരെയും ടെക്നീഷ്യൻസിനെയാണ് നിങ്ങൾ ഈ സിനിമയെ പ്രവർത്തിക്കേണ്ടതെന്ന് പറയാൻ പറ്റും. ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സംശയലേശം പറഞ്ഞു വെച്ച ഒരു കാര്യമാണത്. എല്ലാവരും അങ്ങനെയല്ല എന്ന് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടും നമ്മുടെ ബോധ്യത്തിൽ നിന്നും നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങും ശ്രീ രാഹുൽ ഈശ്വരും പറയുന്നത് അധോലോകം എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ്. മാഫിയയാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന്, 15 പേരുടെ ഒരു പവർ ഗ്രൂപ്പാണ് നിർണ്ണയിക്കുന്നത് എന്ന്, മലയാള സിനിമയിൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന്, ഒന്ന് എഴുന്നേറ്റ് നിന്നില്ല എങ്കിൽ തൂക്കിയെടുത്ത് പുറത്ത് കളയാൻ കഴിയുമെന്ന് ഒക്കെ പറഞ്ഞു വെക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വെള്ളയടിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ വെള്ളയടിക്കാൻ ശ്രമിച്ചില്ല. നിങ്ങൾ ഈ പറയുന്ന നിലപാട് വെച്ചുകൊണ്ട് ഒരു സിനിമയുടെ പൂർത്തീകരണം നടക്കില്ല. കാരണം സർക്കാർമായ ഒരു പ്രവൃത്തിയാണ് ഇതിനകത്ത്. അങ്ങനെയുള്ളൊരു പ്രവൃത്തിയിലൂടെയാണ് സിനിമയാകുന്നത്. അത് ജനങ്ങൾ ഏറ്റെടുത്താൽ ഹിറ്റാവും, അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലൊരു അധോലോക ഒരു മാഫിയയ്ക്കൊന്നും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റത്തില്ല. സിനിമയുടെ പിന്നാമ്പറങ്ങൾ അറിയാൻ മേലാത്തവർ മാത്രം പറയുന്നവരാണ്. ഞാൻ അതിനാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രമുള്ളവർ ഞാൻ പറയാൻ കാരണം അത് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ. പക്ഷേ ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാണ്. എനിക്ക് 1 മിനിറ്റ് തരൂ. ഇന്ത്യയിൽ ഏറ്റവും സ്ത്രീകൾക്ക് സുരക്ഷിതമുള്ള തൊഴിലിടം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ഇവിടെ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതിയുണ്ടോ? സ്ത്രീകൾ മാത്രമുള്ള കൂട്ടായ്മയാ. അതുപോലെ എത്രയോ തൊഴിലിടങ്ങൾ, മാധ്യമ പ്രവർത്തകരിൽ പോലും എത്രയോ സ്ത്രീകൾ മുമ്പോട്ട് വരുന്നു. ഇപ്പം മുണ്ടക്കൈ വയനാട് ദുരന്തത്തിൽ ദുർഘടമായ സാഹചര്യങ്ങളിൽ മല കയറി റിപ്പോർട്ട് ചെയ്ത് എത്രയോ സ്ത്രീകളെ ഞാൻ പറഞ്ഞുതരാം. എത്രയോ വനിതാ റിപ്പോർട്ടറെ ഞാൻ പറഞ്ഞുതരാം. ഒരു കാലത്ത് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണെന്നുണ്ടെങ്കിൽ അത്ര വനിതാ റിപ്പോർട്ടർമാർ നിങ്ങൾ വിടിയൽ എന്നുള്ള കാര്യമുണ്ട്. അവർക്ക് അവിടെ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളുണ്ടെന്നോ അല്ല, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തത്. അങ്ങനെ എല്ലാ കേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതവിടെ നിൽക്കൂ. ഈ പറയുന്ന മുണ്ടക്കൈയിലെ പ്രശ്നമോ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസിന് പൂർത്തീകരിക്കാനുള്ള അവസരം കൊടുക്കൂ. ശ്രീ രാഹുൽ സർ, അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പറഞ്ഞോളൂ മാധു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ശരിക്കും മാധ്യമപ്രവർത്തകരെ പ്രൊമോട്ട് ചെയ്താ പറയുന്നത്. നിങ്ങൾ അത് വക്രീകരിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ കണ്ടാല് മാതൃഭൂമി ഉൾപ്പെടെയുള്ള വിഷ്വൽ മീഡിയകളിലെ വനിതാ മാധ്യമ പ്രവർത്തകര് പുരുഷ മാധ്യമ പ്രവർത്തകരോടൊപ്പം തന്നെ ആ മുണ്ടക്കയിലെ ഒരു പുരുഷന് പോലും കയറാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഞാനൊക്കെ ഞെട്ടിയിരുന്നുണ്ട്. കാരണം എനിക്കൊരു മാധ്യമ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അല്ല, ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നേ. ആ വിഷയത്തിലേക്ക് വരണ ചില കാര്യങ്ങൾ പറയണല്ലോ.
ഇപ്പൊ രാഹുൽ ഈശ്വരേ ഈ ചർച്ച അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയാമോ ശ്രീ റെജി ലൂക്കോസ്? ഞാൻ ചോദിച്ചത് സർക്കാർ കഴിഞ്ഞ ഈ 4.5 വർഷത്തിനിടയ്ക്ക് എന്ത് ചെയ്തു എന്നാണ്. സത്യം പറഞ്ഞാൽ അങ്ങ് ഇത്രയും സമയം എടുത്താത്തൊഴികെ മറ്റെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങയുടെ സിനിമാ ചരിത്രവും അങ്ങയുടെ ബന്ധങ്ങളും നമ്മുടെ മുണ്ടക്കയിലെ അപകടവും ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം മാത്രം അങ്ങ് പറയുന്നില്ല. അല്ല, ഞാൻ അത് പറയും ചില കാര്യങ്ങളൊക്കെ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകണം. ഒരു പ്രസ്ഥാനത്തെ, ഒരു ഇൻഡസ്ട്രിയെ ഇതുപോലെ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ അതിനകത്ത് തെറ്റുകളുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഞാൻ അത് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്ത എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ള സംസ്ഥാന സർക്കാരും ഈ സർക്കാർ വന്നതിന് ശേഷം രണ്ടുപേരെ വകുപ്പ് ഭരിച്ചിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മന്ത്രി ഞാൻ ചോദിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല എന്നല്ല. അങ്ങേക്ക് അതുപോലും കേൾക്കാനുള്ള സാവകാശമില്ല. ഞാൻ ചോദിച്ചത് ആ റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ സർക്കാർ എന്തു ചെയ്തു എന്നാണ്. ആ റിപ്പോർട്ടർ പ്രകാരം ആ റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കോടതി ഇടപെട്ടിരിക്കുന്നു. ആ കോടതി ഇടപെട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാർ ഇതിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ 4-5 കൂടിക്കാഴ്ചകൾ ഈ അമ്മയെ പോലെയുള്ള ആ സിനിമയിലെ മറ്റ് സംഘടനകളുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരും മന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്ത് രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റും? സർക്കാർ ഇതിനെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നിയമപരമായ രീതിയിലുള്ള എന്തെങ്കിലും ലംഘനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ഇടപെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിനിമയെ നിൽക്കൂ. ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചോളം അവരെ നേരിടുന്ന പ്രശ്നങ്ങൾ സിനിമയിലുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്ത് കൃത്യമായി ഈ സംഘടനകളൊക്കെ ആയിട്ട് സംസാരിച്ച് അതിന് വേണ്ട രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നുള്ളവരും ഓൾറെഡി തന്നെ അവരുമായിട്ട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ റിപ്പോർട്ടറിനകത്ത് കൊടുത്തിരിക്കുന്നത് പരാതി പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട വനിതാ നടികരണന്മാരോ ടെക്നീഷ്യൻസോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന റിപ്പോർട്ടിന്റെ ശുപാർശകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് ഇപ്പോഴും പറയുന്നത് ഇത് പുറത്തുവിടാൻ കഴിയാത്തതും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോകാത്തതും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ട്രിബ്യൂണൽ രൂപീകരണം അടക്കം, ഈ റിട്ടയർഡ് ജഡ്ജസിനെ വെച്ചുള്ള ട്രിബ്യൂണൽ രൂപീകരണം അടക്കം അത് വനിതകളെ വെച്ചിട്ടുള്ളതായിരിക്കണം. ഇത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാകണം. ട്രയൽ സൈഡിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ കമ്മിറ്റികളെ പറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ട്രിബ്യൂണലിന്റെ പവറുകൾ എന്തൊക്കെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ 175-ാമത്തെ പേജ് മുതൽ ഇങ്ങോട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതിലെന്ത് നടപടി എടുത്തു എന്നാണ് ഞാൻ ശ്രീ റെജി ലൂക്കോസ് 4ാമത്തെ തവണയും ചോദിക്കുന്നു. അങ്ങനെ നടപടി എടുക്കേണ്ട ബാധ്യത ഒരു സംവിധാനത്തിന് ഇല്ലെങ്കിൽ എന്തിനാണ് 1,06,00,000 രൂപ കൊണ്ട് കലക്കവെള്ളത്തിൽ കളഞ്ഞത്? അല്ല, ഞാൻ പറയട്ടെ, ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാനുള്ള കാരണം എന്താണ്? കോടതി പരാതി പറഞ്ഞുകൊണ്ട് ഒരു വിചിത്രമായ ഒരു പരാതി കഴിഞ്ഞ ദിവസം ഉണ്ടായി. ശ്രീ റെജി ലൂക്കോസ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്തെന്നല്ല ഞാൻ ചോദിക്കുന്നത്. എന്നല്ല ഞാൻ ചോദിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നവരെ പൊട്ടന്മാരാക്കല്ലേ? അല്ല, കേട്ടോണ്ടിരിക്കുന്നത് ജനത്തിന് പൊട്ടന്മാരൊന്നുമല്ല. നിൽക്കൂ. കേരളത്തിനെ സംബന്ധിച്ചോളം കേരളം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭീകരമായ ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ മുൾമുനയിൽ തരിച്ചിരിക്കുന്ന ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് ഈ റിപ്പോർട്ടർ അതിന്റെ അത്രയും വാലിഡിറ്റി റിപ്പോർട്ടർ ഉണ്ടാവുന്നൊക്കെ നിങ്ങളൊക്കെ ചിത്രീകരിച്ചാൽ അതൊന്നും കേരളത്തിൽ വിലപ്പോകത്തില്ല. ജനം അതല്ല പ്രതീക്ഷിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തരുതെന്നാണോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപടി സ്വീകരിക്കരുതെന്നാണോ? ഈ വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് കഴിഞ്ഞ 30-നാണ്. 2019 ഡിസംബർ മുതൽ സർക്കാരിന്റെ കയ്യിൽ ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടുണ്ട്. അതിന്റെ ശുപാർശകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് 6ാമത്തെ തവണ ശ്രീ റെജി ലൂക്കോസ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. അല്ലെന്നേ, അങ്ങനെയുള്ള എക്സാജറേറ്റുള്ള ചോദ്യങ്ങളൊന്നും അർത്ഥമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലെ ഒരു ഭാഗം മാത്രമാണിത്. അത് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട 2 മന്ത്രിമാരും പറഞ്ഞു അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും. സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് എക്സാജറേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അതിന് മറുപടി പറയാൻ കഴിയില്ല. ശരി, ഞാൻ അങ്ങയുടെ ആ വാദം അങ്ങനെ എടുത്തു. അത് പ്രേക്ഷകർക്ക് കൊടുത്തു. അവർ തീരുമാനിക്കട്ടെ. അങ്ങൊന്ന് വഴങ്ങണേ. നിങ്ങൾക്ക് അല്ല, നിക്കേ ഈ ഗവൺമെന്റ് നടപടിയെ കുറിച്ച് ഞാൻ പറയാം. ഇത്തരം പരാതികൾ മുൻകാലത്ത് ഉണ്ടായിരുന്നല്ലോ. ഒരു പ്രമുഖ നടനെ പോലും എടുത്ത് അറസ്റ്റ് ചെയ്തു. വലിയ ആരാധകവൃന്ദമുള്ള നടനെ പോലും 90-92 കാര്യമാണ്. ആ കേസിന്റെ ആധാരമായാണ് WCC കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞത് മാത്രമാണ് അതുമായുള്ള ബന്ധം. അത് രണ്ടും രണ്ടാണ്. ഒന്നാക്കാൻ ശ്രമിക്കരുത്.